എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടേണിംഗ് ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ടേണിംഗ് മെത്തേഡാണ്. ഇവിടെ ഒരു ലൈവ് സെൻറ്ററിനും ഡെഡ് സെൻറ്ററിനും ഇടയിൽ വർക്ക് പീസിനെ സെറ്റ് ചെയ്ത് ടേൺ ചെയ്യുന്ന രീതിയാണ്. പ്രിസൈസും യൂണിഫോമുമായിട്ടുള്ള മെഷീനിങ് ത്രൂ ഔട്ട് ലെങ്തിൽ ചെയ്യാൻ ഈ മെത്തേഡ് കൊണ്ട് കഴിയുന്നു. ടേണിംഗ് ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്നത് ഒരു 3 ജാ ചക്കാണ്. ഇതിനെ മാറ്റി ഒരു ക്യാച്ച് പ്ലേറ്റ് സെറ്റ് ചെയ്യാം. അതിനാദ്യം ലെയ്ത്ത് ബെഡിൽ ഒരു പലക വയ്ക്കാം. ചക്ക് അഴിച്ചു മാറ്റുമ്പോൾ ലെയ്ത്ത് ബെഡിൽ തട്ടിയും മറ്റും ബെഡ് ഡാമേജ് ആകാതിരിക്കാനാണ് ഈ പലക വയ്ക്കുന്നത്. ഇനി ബാക്ക് ഗിയർ മെക്കാനിസം എൻഗേജ് ചെയ്ത ശേഷം ചക്കിനെ ലോക്കാക്കാം. ഈ റോഡ് ഉപയോഗിച്ച് ചക്കിൻ്റെ ജാകൾക്കിടയിലൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി ചക്കിനെ സ്പിൻഡിൽ ത്രെഡിൽ നിന്നും ലൂസാക്കാം. ലൂസായ ശേഷം ലെയ്ത്ത് സ്പിൻഡിനുള്ളിലേക്ക് ഒരു റോഡ് കയറ്റി വയ്ക്കണം. ഇത് ചക്കിനെ താഴെ വീഴാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം ചക്കിനെ കൈകൊണ്ട് കറക്കി സ്പിൻഡിൽ നിന്നും അഴിച്ചെടുക്കാം. റോഡ് മാറ്റിയ ശേഷം ചക്കിനെ പലകയുടെ മുകളിൽ വയ്ക്കാം. ചക്കിനെ സേഫായിട്ട് മാറ്റിയ ശേഷം ലൈവ് സെൻറ്ററിനെ സ്പിൻഡിനുള്ളിൽ സെറ്റ് ചെയ്യണം. ഈ കാണുന്നതാണ് ലൈവ് സെൻറ്റർ. ലൈവ് സെൻറ്ററിനെയും സ്പിൻഡിലിൻ്റെ ഇന്നർ സൈഡിനെയും ക്ലീൻ ചെയ്യണം. ഈ ലൈവ് സെൻറ്റർ സ്പിൻഡിൽ ഹോളിനേക്കാളും ചെറുതാണ്. അതിനെ സെറ്റ് ചെയ്യാൻ ടാപ്പേഡ് ബുഷിംഗ് ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് ടാപ്പേഡ് ബുഷിംഗ്. അതിനെയും ക്ലീൻ ചെയ്ത ശേഷം സ്പിൻഡിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ലൈവ് സെൻറ്ററിനെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ലൈവ് സെൻറ്റർ സെറ്റായി. ഇനി ക്യാച്ച് പ്ലേറ്റിനെ ക്ലീൻ ചെയ്ത ശേഷം സ്പിൻഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ഈ ലിവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ലോക്കാക്കാം. ഇനി മെഷീനെ ഓൺ ചെയ്ത് നോക്കാം. ലൈവ് സെൻറ്റർ ഔട്ടില്ലാതെ കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ കറക്റ്റാണ്. ബിറ്റ്വീൻ സെൻറ്ററിൽ ടേൺ ചെയ്യാനുള്ള വർക്ക് പീസിൻ്റെ 2 എൻഡിലും ഇതുപോലെ സെൻറ്റർ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടൈൽ സ്റ്റോക്കിനെ നീക്കി കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യണം. ഈ കാണുന്നതാണ് ബെൻഡ് ടൈൽ ലെയ്ത്ത് ഡോഗ് എന്ന് പറയുന്നത്. ഇതിനെ ലെയ്ത്ത് ക്യാരിയർ എന്നും വിളിക്കാറുണ്ട്. ഇതിന് കാസ്റ്റ് അയൺ ബോഡിയാണ്. ഇത് ഉപയോഗിച്ചാണ് ക്യാച്ച് പ്ലേറ്റിനെയും വർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ക്യാച്ച് പ്ലേറ്റിനോടൊപ്പം ബെൻഡ് ടൈൽ ലെയ്ത്ത് ഡോഗും ഡ്രൈവിംഗ് പ്ലേറ്റിനോടൊപ്പം സ്ട്രെയിറ്റ് ടൈൽ ലെയ്ത്ത് ഡോഗുമാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്താണ് വർക്കും ലെയ്ത്ത് ഡോഗും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ ബെൻഡ് ടൈലിനെ ക്യാച്ച് പ്ലേറ്റിൻ്റെ യു സ്ലോട്ടിലേക്ക് കയറ്റി വയ്ക്കുന്നു. ഇനി വർക്കിനെ സെറ്റ് ചെയ്യാം. വർക്ക് പീസിനെ ലെയ്ത്ത് ഡോഗിനുള്ളിലൂടെ കയറ്റിയ ശേഷം ലൈവ് സെൻറ്ററിനും ഡെഡ് സെൻറ്ററിനും ഇടയിൽ വച്ച് ടൈറ്റ് ചെയ്യണം. ടൈൽസ്റ്റോക്ക് സ്പിൻഡിലിനെ മുമ്പിലേക്ക് നീക്കിയാണ് ടൈറ്റ് ചെയ്യുന്നത്. ഈ ബെൻഡ് ടൈലിനെ ക്യാച്ച് പ്ലേറ്റിൻ്റെ യു സ്ലോട്ടിലേക്ക് കയറ്റി വെച്ച ശേഷം ലെയ്ത്ത് ഡോഗിൻ്റെ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. സ്പാനർ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഫിനിഷ് വർക്ക് പീസിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ പാക്കിംഗ് പീസ് സ്ക്രൂവിനും വർക്കിനും ഇടയിൽ വെച്ച് കൊടുക്കണം. ക്യാച്ച് പ്ലേറ്റ് കറങ്ങുന്നതിനോടൊപ്പം വർക്ക് പീസും കറങ്ങുന്നത് കാണാം. ഇനി വർക്ക് പീസിനെ സാധാരണ ടേൺ ചെയ്യുന്നത് പോലെ തന്നെ ടേൺ ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലെയിൻ ടേണിംഗ് ആണ് ചെയ്യുന്നത്. ലെയ്ത്ത് ഡോഗിൽ തട്ടാത്തത് വരെ ടേൺ ചെയ്യാം. നിലവിൽ ഇത്രയും ലെങ്തിൽ ടേണിംഗ് കഴിഞ്ഞു. ഇനി വർക്ക് പീസിൻ്റെ മറുവശം കൂടി ടേൺ ചെയ്യാം. ലെയ്ത്ത് ഡോഗിൻ്റെ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത ശേഷം ടൈൽ സ്റ്റോക്ക് സ്പിൻഡിലിനെ പിറകിലോട്ട് മാറ്റി വർക്കിനെ ഇളക്കിയെടുക്കാം. വർക്കിനെ തിരിച്ച ശേഷം വീണ്ടും പഴയ പോലെ ടൈൽ സ്റ്റോക്ക് സ്പിൻഡിലിനെ നീക്കിക്കൊണ്ടുവന്ന് വർക്കിനെ ലോക്ക് ചെയ്യണം. അതോടൊപ്പം ലെയ്ത്ത് ഡോഗിനെയും തിരിച്ച് ക്യാച്ച് പ്ലേറ്റിൻ്റെ യു സ്ലോട്ടിൽ ബെൻഡ് ടൈൽ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യണം. ഇനി ഈ ഭാഗവും പ്ലെയിൻ ടേൺ ചെയ്ത് ത്രൂ ഔട്ട് ലെങ്തിൽ ഒരുപോലെ ടേൺ ചെയ്യാൻ കഴിയുന്നു. പ്ലെയിൻ ടേണിംഗ് പോലെ തന്നെ വിവിധ തരം ടേണിംഗ് ഓപ്പറേഷൻസും ഈ മെത്തേഡിലൂടെ ചെയ്യാൻ കഴിയുന്നു. ബിറ്റ്വീൻ സെൻറ്ററിൽ ടേൺ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വർക്ക് പീസിൻ്റെ എൻഡ് ടു എൻഡ് എക്സെൻട്രിക് ആകാതെ തന്നെ കൃത്യമായി ടേൺ ചെയ്യാൻ കഴിയുന്നു. ഇവിടെ ഈ വർക്ക് പീസിനെ നോക്കിയാൽ മനസ്സിലാകും എൻഡ് ടു എൻഡ് ഒറ്റ കട്ടിൽ ഫിനിഷ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്നത് കാണാം. അടുത്തത് ഗ്രൈൻഡിങ് തുടങ്ങിയ മറ്റു ഓപ്പറേഷൻസിന് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അതുപോലെ തന്നെ മറ്റു വർക്കുകൾക്ക് ശേഷം വീണ്ടും അലൈൻമെൻറ്റിൽ യാതൊരു വ്യത്യാസവും കൂടാതെ തന്നെ സെറ്റ് ചെയ്യാനും കഴിയുന്നു.
നമ്മൾ സാധാരണ ചക്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സെൻട്രിസിറ്റി ഒന്നും ബിറ്റ്വീൻ സെൻറ്ററിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. ബിറ്റ്വീൻ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പാർട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. അതായത് വർക്ക് പീസിനെ രണ്ടായി കട്ട് ചെയ്ത് മാറ്റാൻ കഴിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ വർക്ക് പീസും ടൂളും ഡാമേജ് ആകും. അടുത്തത് ബിറ്റ്വീൻ സെൻറ്ററിൽ വർക്ക് പീസിന് ഡ്രില്ലിങ്, ബോറിങ്, ഫേസിങ് തുടങ്ങിയ ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയില്ല. ബിറ്റ്വീൻ സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വർക്ക് പീസിൻ്റെ രണ്ടറ്റത്ത് സെൻറ്റർ ഡ്രിൽ ചെയ്തിട്ടുണ്ടാവണം, കറക്റ്റ് ആയിട്ടുള്ള ലെയ്ത്ത് ഡോഗ് ഉണ്ടായിരിക്കണം, ലൈവ് സെൻറ്റർ എക്സെൻട്രിക് അല്ലാതെ തന്നെ റൊട്ടേറ്റ് ചെയ്യണം, ഡെഡ് സെൻറ്റർ ലെയ്ത്തിൻ്റെ സെൻറ്റർ ലൈനിൽ തന്നെ ആയിരിക്കണം. ക്യാഷ് പ്ലേറ്റോ ഡ്രൈവ് പ്ലേറ്റോ ഇല്ലാതെ തന്നെ ചക്ക് ഉപയോഗിച്ച് തന്നെ ബിറ്റ്വീൻ സെൻറ്റേഴ്സിൽ ടേൺ ചെയ്യാൻ കഴിയും. അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ബിറ്റ്വീൻ സെൻറ്റർ ടേണിങ്ങിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.